ഈ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിൻ്റെ പോസ്റ്റ് കണ്ടു. ആ പോസ്റ്റ് വേറൊന്നുമില്ല. ഇപ്പോൾ ഈ ഇസ്ലാം മതത്തിൽപ്പെട്ടവർക്ക് നോമ്പാണ്, ക്രൈസ്തവ മതത്തിൽപ്പെട്ടവർക്കും 50 നോമ്പെന്നോ മറ്റോ പറയുന്ന ഒരു നോമ്പ് ആരംഭിച്ചു എന്ന് പറയുന്നു. ഇസ്ലാം മതത്തിൻ്റെ നോമ്പിൻ്റെ ഒരു ഫോമാറ്റൊന്നുമല്ല. ആ നോമ്പ് വ്യത്യസ്തമായ രീതിയിലാണ്. എല്ലാ മതങ്ങളിലും ഇതുപോലെ വ്രതമുണ്ട്. ആ വ്രതത്തിന് വ്യത്യസ്തമായ ഭാവങ്ങളും വ്യത്യസ്തമായ രീതികളും ഒക്കെയാണുള്ളത്. അതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തതകളുണ്ട്. പക്ഷേ അതിൽ ഒരു കാര്യം എന്നോട് ഒരാൾ എടുത്തു പറഞ്ഞത്, ഈ ഇസ്ലാം മതത്തിൻ്റെ നോമ്പ് വരുന്ന കാലഘട്ടങ്ങളിൽ ഈ വീടുകൾ തോറും കയറുന്ന ആളുകളുടെയും അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഈ സദക്ക വാങ്ങാനാണ് എന്ന് പറഞ്ഞിട്ട് ഭിക്ഷ വാങ്ങുക എന്ന് പറയുന്നൊരു ഏർപ്പാട് ഒരു അലങ്കാരമായോ അല്ലെങ്കിൽ ഒരു ആചാരമായോ ഒക്കെ ആയിട്ട് കൊണ്ടു നടക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ധാരാളമായുണ്ട്. എന്നിട്ട് ഒരു വശത്തോ ഈ സമൂഹം, ഈ സമുദായം വളരെ സാമ്പത്തികമായി ഉയർന്നു, എല്ലാ അർത്ഥത്തിലും ഉയർന്നു, ഓരോരുത്തരുടെയും ജീവിത നിലവാരത്തിലുണ്ടായ മാറ്റം, വാഹനങ്ങളിലുണ്ടായ മാറ്റം, വീടുകളുടെ മാറ്റം, ഇങ്ങനെ ഒരു വശത്ത് മറ്റു കുറേ അടയാളങ്ങൾ, മറുവശത്ത് ഇതൊരിക്കലും അവസാനിക്കാത്ത കൈനീട്ടുന്നവരുടെ ഒരു സമൂഹമായി മാറുന്ന ഒരു കാഴ്ചയും അതിന്ന് വ്യാപകമായി കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടവരാണ് പണ്ഡിതന്മാരായ ആളുകൾ, ഇതിന് വേദി ഉപയോഗിക്കേണ്ടവരാണവർ. യഥാർത്ഥത്തിൽ ഇത്തരം ഒരു സംഭവം പാടില്ലാത്തതാണ്. ഇസ്ലാം മദ്യത്തിനും പലിശയ്ക്കും ഒക്കെ എതിരെ എടുത്ത കർശന നിലപാടുകളുടെ പ്രതിഫലനം ഈ സമൂഹത്തിലുണ്ടാകുന്നത് പോലെ ഭിക്ഷയ്ക്കെതിരെയും അത്തരം നിലപാടുകൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം മറ്റൊരു മതവും ഈ സക്കാത്ത് പോലെ സദക്ക പോലെ ഓരോ മനുഷ്യനോടും നിർബന്ധമായി നൽകണമെന്ന് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. എന്ന് മാത്രമല്ല, ഇത്രയും കൂടുതൽ കൊടുക്കുന്നവരുമില്ല. എന്നാൽ പോലും ഇത് മറുവശത്ത് തുടരുകയാണ്. അത് പറഞ്ഞു പോകുമ്പോൾ ഇത് എത്തിച്ചേരുന്നത് വളരെ തിളക്കമുള്ള വേദികളിലേക്കാണ് എന്നതാണ് സത്യം. ഇത് നൗഷാദ് ബാക്കവി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ്റെ ഒരു പ്രസംഗ സദസ്സാണ്. അത്താക്കും അമ്മാക്കും വേണ്ടി ദുആ ചെയ്യാം. മരണപ്പെട്ടല്ലേ, മരണപ്പെട്ട അത്താക്കും അമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ 10,000 രൂപ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ വേഗമാകട്ടെ. സഹോദരിമാരെന്ന് തയ്യാറെടുക്കുമോ? വോളണ്ടിയർമാർ എത്രയോ നിങ്ങളുടെ ചുറ്റും നടക്കുന്നുണ്ട്. ഒന്നെഴുതി കൊടുക്കൂ പെങ്ങളെ, ഒരു 10,000, ഒരു സ്വർണ്ണമോതിരം, ഒരു 25,000 എഴുതി കൊടുക്കുമോളെ. റമളാൻ വരുന്നതിന് മുമ്പ് അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു സ്വതക്കയുടെ കൊട്ടാരം പണിയാൻ ഒരു സുവർണാവസരമാണ്. നഷ്ടപ്പെടുത്തല്ലേ പെങ്ങളെ. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദെ, അള്ളാഹു വലിയവനാണ്. അവൻ്റെ അറിവ്, അവൻ നമ്മളെ ജനിപ്പിച്ചത്, നമുക്ക് നൽകിയ ഈമാൻ, അതൊക്കെ കോടികളെക്കാൾ വിലമതിക്കുന്നതാണെന്ന് പ്രസംഗിക്കുന്നവരാണ് നിങ്ങളൊക്കെയും. ഈ ഫോർമാറ്റ് ഇന്ന് ഈ സമൂഹത്തിൽ ഒരു മതത്തെയും വിശ്വാസത്തെയും അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നൊരു സംഗതിയുടെ ഭാഗമാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ വളരെ വിഷമമുണ്ട്. അത് ഉസ്താദിനെതിരെ വ്യക്തിപരമായി പറയുന്നതല്ല, ഉസ്താദ് മാത്രവുമല്ല ഇങ്ങനെ ചെയ്യുന്ന ആൾ. ഞാൻ ഈ ക്ലിപ്പ് കണ്ടതുകൊണ്ട് പറഞ്ഞതാണ്. പണ്ടൊക്കെ നാട്ടിൻപുറത്ത് ഈ സർക്കസും വേലയും ഒക്കെ കാണിക്കാൻ വരുന്നവർ തല കുഴിച്ചിട്ട് അതിൻ്റെ അവിടെ ഒരു പേപ്പറോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ഷീറ്റോ വിരിച്ചിട്ട് കണ്ടുകൊണ്ട് നിൽക്കുന്ന കാണികൾ കാശെറിഞ്ഞു കൊടുക്കുന്നത് പോലെയോ, സൈക്കിൾ സവാരിക്കാർ അല്ലെങ്കിൽ സർക്കസുകാർ നടത്തുന്ന ചില ഏർപ്പാടുകളിൽ ഇങ്ങനെ കാശ് പിരിക്കുന്നത് പോലെയോ, ഇതുപോലെ ദീൻ പറയുന്ന, വിശ്വാസം പറയുന്ന, മൂല്യങ്ങൾ പറയുന്ന ഒരു വേദിയിൽ ഈ മാത്സര്യത്തോടെ ഇങ്ങനെ കാശ് പിരിക്കുന്ന ഒരു പരിപാടി, അത് വളരെ വളരെ മോശമാണ്. അങ്ങേപ്പോലുള്ള ആളുകൾ ഇത് ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. ഇങ്ങനെ ഒരു ആവശ്യം സംഘാടകർ വെച്ചാൽ ഇത്ര ഗതികേടുള്ള ആളുകൾ ഇതുപോലെ കാശ് പിരിച്ച് ഒരു ലാഭക്കച്ചവടം പോലെ ഇതൊന്നും നടത്തേണ്ടതില്ല. ഈ സമൂഹത്തിൽ ഇതിന് ചെലവഴിക്കാൻ കഴിയുന്ന ആളുകളുടെ കയ്യിൽ ഇതിനു വേണ്ടിയുള്ള പണം പടച്ചതമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. അത് ചോദിച്ചാൽ തരുന്നവരുണ്ട്. ആ ചോദിച്ചാൽ തരുന്നത് നമ്മൾ ചെലവഴിക്കുന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇല്ലെങ്കിൽ അവർക്കതിൻ്റെ എന്തെങ്കിലും പ്രാധാന്യമോ അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലും കാര്യമോ കിട്ടത്തക്ക നിലയിൽ വ്യാപാര സ്ഥാപനങ്ങളാണെങ്കിൽ അതിൻ്റെ പരസ്യത്തിലൂടെ, അല്ലെങ്കിൽ മറ്റു പലരുമാണെങ്കിൽ വേറെന്തെങ്കിലും പുണ്യം പ്രതീക്ഷിച്ച് ആഗ്രഹിച്ചൊക്കെ ചെയ്യുന്ന പണം കൊണ്ട് മാത്രം നടത്തേണ്ട ഒരു ഏർപ്പാടാണിത്. അതിനപ്പുറത്ത് ഇതുപോലെ ലേലം വെച്ച് മോതിരവും വളയും ഊരി വാങ്ങി, അല്ലെങ്കിൽ അതിനുവേണ്ടി ഈണത്തിലും താളത്തിലും കഥകൾ പറഞ്ഞ് കരയിച്ച് അത് ഊരിയെടുക്കേണ്ട ഒരുതരം, എന്താ ഇനി പറയേണ്ടതെന്ന് എനിക്കറിയില്ല, സാധാരണ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് വിവരങ്ങൾ പുറത്തെടുക്കുന്നത് പോലെ ഒരുതരം ആത്മീയതയുടെ സംഗതികൾ ഉപയോഗിച്ച് അവരെ മാനസാന്തരപ്പെടുത്തുകയോ, ഈ പാസ്റ്റർമാർ ചെയ്യുന്ന പോലെ ബോധരഹിതരാക്കി അവരെ കൊണ്ട് ചെയ്യിക്കുകയോ ചെയ്യുന്നൊരു ഏർപ്പാട്, അത് വല്ലാത്ത നാണക്കേടും വല്ലാത്ത കളങ്കവുമാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ എവിടെയെങ്കിലും ഒരു സദസ്സ് നടന്നാൽ ഇത് അവസാനിപ്പിക്കുന്നതിന് 5,000 രൂപ ആരെങ്കിലും കൊടുത്ത് ആ പരിപാടി അവിടെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് പടച്ചവൻ്റെ ഭാഗത്തുനിന്ന് കൂലി കിട്ടും. ഒരു തരത്തിലും ഒരു മര്യാദയും ഒരു ന്യായവും ഇല്ലാത്ത ഏർപ്പാടാണ്. പലയിടങ്ങളിലും ഇതിനെക്കുറിച്ച് വലിയ ആക്ഷേപമുണ്ട്.
ഉസ്താദൊക്കെ അറിയുന്നുണ്ടോയെന്ന് അറിയില്ല. ഇങ്ങനെ പിരിക്കുന്നതിന് വിഹിതമുണ്ട്, ഷെയർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കപ്പെടുന്നുണ്ട്. ഇത് അങ്ങയോടടക്കമുള്ള സ്നേഹവും ഇഷ്ടവും കൊണ്ട് പറയുന്നതാണെന്ന് കരുതിക്കോളൂ. അത്തരം ഏർപ്പാടുകൾക്ക് ഇനി ഈ സമുദായം നിന്നുകൊടുക്കരുത്. നിങ്ങളൊക്കെ പുതിയ കാലഘട്ടത്തിൽ വളരെ പ്രസ്റ്റീജും പ്രിവിലേജും അന്തസ്സും അഭിമാനവും ഒക്കെ മാറ്റുരയ്ക്കുന്ന AI ഉപയോഗിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരു വേദി കെട്ടി ഈ സമൂഹത്തെ ഇങ്ങനെ ആക്കി തീർക്കരുത്. ഇതൊരു തരം എന്താ പറയുന്നത്, ഏതോ ഒരു നാടോടി വിഭാഗത്തിൽ വരുന്ന ആളുകളെപ്പോലെ ഇങ്ങനെ ആളുകളെ കൂട്ടി കാശ് പിരിച്ചെടുത്ത് അവിടെ ബക്കറ്റും കൊണ്ട് വോളണ്ടിയർമാർ നടത്തുന്ന ഒരുതരം പിരിവ് കറവ, അത് ആത്മീയ പ്രഭാഷണത്തിലും പ്രബോധനത്തിലും പാടില്ല. അങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്നതോടുകൂടി ഈ പറയുന്ന ആളുകളുടെ ആർജവവും അന്തസ്സും ഒക്കെ വിൽക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതങ്ങനെ വിൽക്കാൻ കഴിയാത്തതിനാണ്. എന്ത് മാതൃകയാണ് ഇതിനുള്ളത്? പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ചരിത്രവുമാണല്ലോ വേദിയിൽ പറയുന്നത്. വളരെ ദാരിദ്ര്യത്തിൽ ഇന്നത്തെ രൂപം വെച്ച് ജീവിച്ചാൽ വളരെ ദാരിദ്ര്യത്തിൽ ജീവിച്ച പ്രവാചകൻ ഇതിനെന്തെങ്കിലും മാതൃകയുണ്ടോ? കയ്യിലിരുന്ന നാണയത്തൊട്ടുപോലും എടുത്തു കൊടുത്ത് സന്തോഷത്തോടെ മടങ്ങിയ ഒരു ജീവിതം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇതുപോലെ പിരിച്ച് എന്തുണ്ടാക്കാനായാലും, ഇനി പള്ളി ഉണ്ടാക്കാനായാലും മദ്രസ ഉണ്ടാക്കാനായാലും അതൊരു സമൂഹത്തിന് വേണമെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ട് വാങ്ങി തരുന്നെങ്കിൽ നിലനിർത്തണം. അല്ലാതെ അതിന് ഇത്തരത്തിലുള്ള നാടകമുണ്ടാക്കി ഒരു സമൂഹത്തെ മുഴുവൻ അപമാനിക്കരുത്, പ്ലീസ്.